ഹലോ കൂട്ടുകാരെ, ഞങ്ങളിന്ന് എങ്ങോട്ടാണ് പോണേന്നല്ലേ നിങ്ങൾ വിചാരിക്കണേ. എമ്പുരാൻ സിനിമ കാണാൻ പോകുന്നത് സെക്കൻഡ് പാർട്ട്. അപ്പം ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. ഞാനും റോസും ഒരു സീറ്റിൽ. ആൻഡപ്പന് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മളൊരു 8:45 ഷോയ്ക്കാണ് പോയത്. അപ്പം നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ തിയേറ്റർ. ശ്രീലക്ഷ്മി എന്ന് പറയണതാണ് നമ്മുടെ തിയേറ്റർ എന്ന് പറയണത്. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ദേ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കുറേ സിനിമകൾ റിലീസായിട്ടുണ്ട്. അതിൽ നമ്മൾ കാണാൻ പോകുന്നതാണ് എമ്പുരാൻ. അപ്പം തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടണമായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ടിക്കറ്റ് അവിടെ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അതൊക്കെ കിട്ടി ഞങ്ങൾ കയറി. അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇതാട്ടോ നമ്മുടെ സ്ക്രീന്. അപ്പം നമ്മൾ കയറി ഇരിക്കുക കേട്ടോ കൂട്ടുകാരെ. ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കൂട്ടുകാർ. ഇതിപ്പോൾ ഇതൊരു ഇൻ്റർവെൽ ടൈമാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും ഇരിക്കുകയാണ്. റോസ് ടോയ്ലറ്റ് പോകണം പറഞ്ഞപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ സീറ്റിൽ വന്നിരിക്കുക കേട്ടോ കൂട്ടുകാരെ. ഞാൻ 13-ലാണ് ഇരുന്നത്, 13ാമത്തെ സീറ്റിൽ. അതല്ല ഏറ്റവും കോമഡി, ഞങ്ങളിങ്ങനെ മലന്നിരുന്നിട്ടായിരുന്നു സിനിമ കാണേണ്ടത്. കാരണം ഞങ്ങൾ ഏറ്റവും ഫ്രണ്ട് സീറ്റിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സിനിമയൊക്കെ കണ്ട് നല്ല അടിപൊളി സിനിമയായിരുന്നു. ആൻഡപ്പന് ഇഷ്ടമായി. പക്ഷെ അവൻ വിചാരിച്ച് വന്നത് ഇടിപ്പടമൊക്കെയാണ്. ഇടിപ്പടമായിരുന്നു, പക്ഷെ നമ്മൾ ഇംഗ്ലീഷും UK കൊറിയൻ അതുപോലെ ഹിന്ദി അതെല്ലാം മിക്സഡായിരുന്നു. കുറേ ഹിസ്റ്ററി അതെല്ലാം മിക്സ്ഡ് ആയതുകൊണ്ട് അത്രയ്ക്കൊന്നും എനിക്ക് മനസ്സിലായില്ല ഹിന്ദിയൊക്കെ. പിന്നെ ഹിന്ദി മനസ്സിലാവാത്തതിന് മലയാളം അവിടെ അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡപ്പന് പിന്നെ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അവനൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇടിപടക്കാൻ അവന് ഇടി വരുന്ന സീനിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടു കേട്ടോ. അപ്പം ഞാൻ എമ്പുരാൻ്റെ ആ ഒരു ഇവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ പോകുമ്പോൾ 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഒരു തട്ടുകട കണ്ടുപിടിച്ചു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ തട്ടുകടയിൽ കയറി. അങ്ങനെ അധികം ഫുഡൊന്നും ഉണ്ടാവില്ല, പാതിരയല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ഓംലെറ്റും പിന്നെ ചായയും വാങ്ങിച്ചു കേട്ടോ. എഗ് ഓംലെറ്റും ചായയും വാങ്ങിച്ചു. ഞാൻ കുരുമുളക് ഇട്ടതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ആൻഡപ്പന് കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ ഇത്തിരി ചായം കുടിച്ചു. എൻ്റെ എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിപ്പായി. കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.